എങ്കിലും എന്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും, പുതിയ എണ്ണ എന്നെ തേപ്പിക്കും. എന്താ ഈ പുതിയ അഭിഷേകം? അഭിഷേകം എന്ന് പറഞ്ഞ ഉത്തരവാദിത്വം അല്ലേ, റെസ്പോൺസിബിലിറ്റി. നമുക്കറിയാം, ദാവീദ് ഇടയൻ എന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന് രാജാവ് എന്ന ഉത്തരവാദിത്വത്തിലേക്ക് ദൈവം കരം പിടിച്ചു കയറ്റിയപ്പോൾ പഴയ എണ്ണയും പഴയ അഭിഷേകവും ആയിരുന്നില്ല. പുതിയ എണ്ണ, പുതിയ അഭിഷേകം, പുതിയ ഉത്തരവാദിത്വങ്ങൾ ദൈവം നമ്മളെ ഏൽപ്പിക്കുമ്പോൾ പഴയതല്ല നമ്മളിൽ പകരേണ്ടത്, പഴയതല്ല നമ്മൾ ക്യാരി ചെയ്യേണ്ടത്. പുതിയ എണ്ണ, പുതിയ അഭിഷേകം നമ്മളിൽ ദൈവം പകരുന്നത് പുതിയ ഉത്തരവാദിത്വത്തിലേക്ക്, പുതിയ ചുവടുകൾ വെക്കുവാൻ, ഹയർ ലെവലിലോട്ട് കയറുമ്പോൾ പുതിയ എണ്ണ, പുതിയ അഭിഷേകം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം പകരുന്നു. മീൻപിടുത്തക്കാരനായ പത്രോസ് മനുഷ്യനെ പിടിക്കുന്നവനാകേണ്ടതിന് അന്ന് പെന്തക്കോസ്ത് നാളിൽ പിളർന്ന അഗ്നി നാവുകൾ അവന്റെ മേൽ പതിയണമായിരുന്നു. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, പുതിയത് ചിലത് എന്റെയും നിങ്ങളുടെയും മേലിൽ ദൈവം ഏൽപ്പിക്കുമ്പോൾ, പുതിയത് ചിലത് സ്വർഗം തുറന്ന് എന്റെയും നിങ്ങളുടെയും മേലിൽ പകരാൻ ഹല്ലേലൂയ ആ ദൈവം വിശ്വസ്തന. പുതിയ അഭിഷേകം, പുതിയ എണ്ണ, പുതിയ ഉത്തരവാദിത്വത്തിലേക്ക്, പുതിയ ഒരു ലെവലിലേക്ക് ദൈവം നമ്മെ കയറ്റുമ്പോൾ ഹല്ലേലൂയ ആ പുതിയത് ചിലത് ദൈവം നമ്മുടെ മേൽ പകരുന്നു. അങ്ങനെ ചില പുതിയ അഭിഷേകം, പുതിയ ഉത്തരവാദിത്വത്തിനു വേണ്ടി ദൈവം തരുമ്പോൾ പിന്നെ നമ്മൾ ആയിരിക്കുന്ന ചില കംഫർട്ട് സോണിൽ നമ്മൾ തുടരരുത്. പുതിയ എണ്ണ, പുതിയ അഭിഷേകം, ചില പുതിയ ഉത്തരവാദിത്തങ്ങൾ ദൈവം നമ്മളെ ഏൽപ്പിക്കുമ്പോൾ പിന്നെയും നമ്മൾ പഴയ കംഫർട്ട് സോണിൽ തുടരരുത്. ഒരു ഗിദെയോനെ പോലെ പരാക്രമശാലിയായി എഴുന്നേറ്റോണം. ഒരു ഗിദെയോനെ പോലെ പരാക്രമശാലിയായി എഴുന്നേറ്റോണം. ഹല്ലേലൂയ.